ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു. അപ്പോൾ ഇതാ പെരുന്നാളായിട്ട് എങ്ങനെയല്ലേ വെറും കൈയോടെ വരിക. അപ്പോൾ ഞാൻ നല്ലൊരു അടിപൊളി മധുരവുമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ലൊരു കിടിലൻ ബട്ടർ സ്കോച്ച് കേക്കാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മളെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു ബൗളും അരിപ്പയും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് 1 kg അളവാണ് കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് 3 പ്രാവശ്യം അരിച്ച് മാറ്റി വെക്കാം. അപ്പോൾ ഇതിവിടെ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഒരു ബൗളിൽ ഞാൻ 4 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം ജസ്റ്റ് സ്ലോയിൽ ഇട്ടിട്ട് പിന്നെ ഒന്ന് സ്പീഡ് കൂട്ടി കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് ജസ്റ്റ് ബീറ്റ് ആയി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് എസൻസ് ചേർക്കണം. അപ്പം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂണ് ബട്ടർ എസൻസ് ആണ്. അപ്പോൾ ബട്ടർ എസൻസ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ വാനില എസൻസ് തന്നെ ചേർത്തോളൂ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കണം. ഒരു 3-4 ബാച്ചായിട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ബദാം മിക്സ് ആണ്. നമ്മൾ സ്ട്രോബെറി അതിൻ്റെ ഒക്കെ പോലത്തെ ഫ്ലേവർ കാണിച്ചില്ല, ഇതുപോലെ തന്നെയാണ് ഈ ബദാം മിക്സ്. അപ്പോൾ ഇതിൻ്റെ ഒരു കളറും ആ ഒരു ടേസ്റ്റും ഇതിലേക്ക് കിട്ടും. അതൊഴിച്ചതിന് ശേഷം നമുക്ക് നമ്മളെ ബീറ്റർ ഒന്ന് സ്ലോ ആക്കിയതിന് ശേഷം 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മളെ എഗ്ഗ് ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ മൈദ നമുക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീറ്റായി വന്ന എഗ്ഗ് ഒന്നും താഴ്ന്നു പോവാതെ പതുക്കെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 1/4 കപ്പ് പാല്, ഇത് ചെറിയ ചൂടോടുള്ള കൂടിയുള്ള പാലാണ്. അപ്പോൾ ഇതും കൂടെ നമുക്ക് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ രണ്ടും കുറേശ്ശെ മൈദ ഇട്ട് കൊടുക്കുക, എന്നിട്ട് കുറച്ച് പാല് ചേർക്കാം. അങ്ങനെ മൈദയും പാലും കഴിയുന്നത് വരെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതാ നമ്മൾ മൈദ മുഴുവനായിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കേക്ക് ബാറ്റർ ഇത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മൾ ബേക്ക് ചെയ്യാനുള്ള ടിന്ന് ബട്ടർ പേപ്പറൊക്കെ വിരിച്ച് റെഡിയാക്കി വെക്കണം കേട്ടോ. അതൊക്കെ നമ്മൾ ആദ്യം തന്നെ ചെയ്തു വെക്കണം. അപ്പോൾ ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളെ കേക്ക് ബാറ്റർ ഉണ്ടാവേണ്ടത്, കുറച്ചൊരു ലൂസ് ആയതിൽ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 8 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്, റൗണ്ട് പാനാണ് എടുത്തിട്ടുള്ളത്. അതിൽ ബട്ടർ പേപ്പറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കേക്ക് ബാറ്റർ ഒഴിച്ചതിന് ശേഷം നമുക്കിതൊരു 3-4 തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എയർ ബബിൾസ് ഒക്കെ പോവാനായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത അവനിലേക്ക് ഒരു 30-35 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഓരോരുത്തരും ഓവൻ അനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ. കൺവെൻഷനിലാണെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രിയിലാണ് ചെയ്യാനായിട്ട്. സ്റ്റൗ ടോപ്പിലാണെങ്കിലും ഒരു അരമണിക്കൂർ, ഒരു 45 മിനിറ്റൊക്കെ നമുക്കിത് വേണ്ടി വരും വെന്ത് കിട്ടാനായിട്ട്. അപ്പം ഞാനിതൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ട് വരാം.
കേക്ക് ബേക്കായി വരുമ്പോഴേക്കും നമുക്കൊരു കാരമൽ സോസ് റെഡിയാക്കാനുണ്ട്. നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ ഒരു പ്രത്യേകതയാണ് കാരമൽ സോസ് ആണ് അതിൻ്റെ ഉള്ളിലെ ഫില്ലിങ്. അപ്പോൾ ആ സോസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഇത് ചൂടായി വരുമ്പോൾ അപ്പോൾ ഇപ്പോൾ നമ്മൾ തീ മാക്സിമം സ്ലോയിൽ വേണം ഇടാനായിട്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മെൽട്ടായി വരണം. നമ്മൾ ഒന്നും ഇട്ട് ഇളക്കൊന്നും വേണ്ട, അത് താനെ ഒന്ന് മെൽട്ടായി വരും. അതിനുശേഷം നമുക്കൊരു സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അതാ ജസ്റ്റ് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഹൈ സ്പീഡിലൊന്നും ആരും ഇട്ട് വെക്കരുത്. പഞ്ചസാര കരിഞ്ഞിട്ട് ഒരു കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ മാക്സിമം സ്ലിമ്മിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽട്ടായിട്ട് വരണം. അപ്പോൾ ഇതാ ഇതിവിടെ മെൽട്ടായിട്ട് വരുന്നുണ്ട്. നന്നായിട്ട് നമ്മൾ ആ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു പോകണം കേട്ടോ. അതിലൊരു ക്രിസ്റ്റൽ പോലും ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം ഇതിപ്പോൾ ഇതാ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഒട്ടും തരിയില്ലാതെ നന്നായിട്ട് അലിഞ്ഞു വരണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ബട്ടറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ബട്ടർ അൺസാൾട്ടഡ് ആണ്. അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല എന്നും കരുതി കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഞാനിതിലേക്കൊരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. സാൾട്ടഡ് ബട്ടർ ആണെങ്കിൽ പിന്നെ ഉപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് അതൊന്ന് ഉരുകട്ടെ. ഇതിൽ മെൽട്ടായിട്ട് വരുമ്പം നമുക്കിതിലേക്ക് 1/2 കപ്പ്, ഞാൻ എടുക്കുന്നത് വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ ഒരു എല്ലാം കൂടെ കട്ട കുത്തിയ പോലെ ആയിട്ടോ. പക്ഷേ നമ്മൾ കൈ എടുക്കാതെ ഇത് ഇളക്കി കൊടുത്താൽ മതി, ഒരു കുഴപ്പമില്ല. അത് നന്നായിട്ട് തന്നെ അതിൽ മെൽട്ടായിട്ട് വരും. അതുവരെ നമ്മൾ കൈ എടുക്കാതെ നന്നായിട്ട് തന്നെ യോജിപ്പിച്ചു കൊടുക്കാം. എല്ലാം മെൽട്ടാവുന്ന വരെ നമ്മൾ നിർത്താതെ യോജിപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളെ സോസ് ഇവിടെ എല്ലാം നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സോസ് റെഡി ആയിക്കണം. ഈ ഒരു പരുവത്തിയാൽ നിർത്തിക്കോളൂ. ഇനി കുറച്ച് ടൈം ഇതിലിരിക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കട്ടയാവും കേട്ടോ. അടുത്ത് നമ്മൾ കേക്കിൻ്റെ ഉള്ളിലേക്കുള്ള ഒരു ഫില്ലിങ്സിന് വേണ്ടിയിട്ട് നമുക്ക് പ്രളയൻസ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പം 1/2 കപ്പ് നട്ട്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മളെ കയ്യിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും നമ്മൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബദാമും കാഷ്യൂ നട്ട്സും ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒന്ന് ചെറുതായിട്ട് മതി. നമ്മൾ ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ സൈഡിലൊക്കെ കണ്ടിട്ടില്ലേ ഈ നട്ട്സ് ഒക്കെ വെച്ചിട്ട് അലങ്കരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇതിപ്പോൾ ഞാൻ റോസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെയിം അതേ പാനിലേക്ക് തന്നെ, അത് റോസ്റ്റ് ചെയ്ത് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതേ പാനിലേക്ക് തന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര, നേരത്തെ എടുത്തതുപോലെ തന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളതൊന്നും ഇളക്കൊന്നും വേണ്ട, അത് താനെ ഒന്ന് മെൽട്ടായിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ ഷുഗർ ഇവിടെ മെൽട്ടായി വരുന്നുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സോസും ഈ ഒരു പ്രളയനുമാണ് കേട്ടോ ഇതിൽ നല്ലൊരു ടേസ്റ്റി കൊടുക്കുന്നത് ബട്ടർ സ്കോച്ചിൻ്റെ. അപ്പോൾ ഇതാ ഇതിവിടെ നന്നായിട്ട് മെൽറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഇത് റെഡിയാക്കാനുള്ള ഒരു കൗണ്ടർ ടോപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പർ വിരിച്ചിട്ടൊരു പാത്രത്തിലേക്കോ നമുക്ക് അത് സെറ്റ് ചെയ്യാനുള്ളതായിട്ട് വെക്കണം കേട്ടോ. നമ്മളിത് ക്രഷ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അതാണ് നന്നായിട്ട് മെൽട്ടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് മെൽട്ടാവട്ടെ. അപ്പോൾ നമ്മൾ ബട്ടർ ഇവിടെ നന്നായിട്ട് മെൽട്ടായി വരുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച നട്ട്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ അത് പൊടിച്ചിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാനിപ്പോൾ 2 പീസാക്കി ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ തീ
ഓഫ് ചെയ്യാം കേട്ടോ. ഇത് എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. തീ ഓഫ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു സ്റ്റീൽ പ്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. സ്റ്റീൽ പ്ലേറ്റ് ഓയിലൊക്കെ തടവിയിട്ട് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ സെറ്റ് ആവട്ടെ, അതുകൊണ്ട് നമ്മളിത് ആദ്യം തന്നെ റെഡിയാക്കി വെക്കണം. അപ്പോൾ അതാ നമുക്കിനി ഇത് ഒരു പ്ലേറ്റിലേറ്റാണ് ഞാൻ മാറ്റി കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ പേപ്പർ വിരിച്ചിട്ടോ പെട്ടെന്ന് ഡിമോൾഡ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് നിരത്തി കൊടുക്കാം. അപ്പോൾ എൻ്റെ ഇതിപ്പോൾ നന്നായിട്ട് നിരന്ന് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ കണ്ടല്ലോ, ഇതിവിടെ സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കത് പെട്ടെന്ന് എടുക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഉണ്ടാവുക. ഇനി നമ്മൾക്കിതൊന്ന് പൊട്ടിച്ചിട്ട് ഇത് ജസ്റ്റ് മിക്സിയിലൊന്നും ഇട്ട് പൊടിക്കരുത്. നമ്മളെ ഇഞ്ചിയൊക്കെ കുത്തനാതുണ്ടല്ലോ, അതിലിട്ടിട്ട് ഒന്ന് കുത്തിയെടുത്താൽ മതി. പിന്നെ ഇതുപോലെ നമ്മൾക്ക് ഓരോ പീസ് എടുത്തിട്ട് നമ്മൾ കേക്കിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ ഒരു ബട്ടർ സ്കോച്ചിന് ബാസ്ക്കറ്റ് ഫ്ലവറിൻ്റെ ഒരു ഡെക്കറേഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് എല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ കേക്ക് 3 ലെയർ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ട്, അതുപോലെ തന്നെ നല്ലൊരു യെല്ലോയിഷ് കളറൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മളെ ബദാം മിക്സ് ചേർത്തത് കൊണ്ട് തന്നെ. ഇനി നമുക്ക് കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കാം, നമ്മളെ കേക്ക് മൂവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ കേക്ക് അതിന് മുകളിൽ വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ സ്ട്രോബെറി സിറപ്പാണെന്ന് കരുതണ്ട കേട്ടോ. ഞാൻ സ്ട്രോബെറിയുടെ സിറപ്പ് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഷുഗർ സിറപ്പ് ആക്കി വെച്ചതാണ് ആ ബോട്ടിൽ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും നന്നായിട്ട് ക്രീം ചെയ്തതിന് ശേഷം നമുക്കൊരു സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതോടെ നന്നായിട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ കാരമൽ സോസ് ഒഴിക്കാം. അപ്പോൾ ഇതാ കണ്ടല്ലോ, ഈ ഒരു തിക്കായിട്ടുണ്ടാവും. നമ്മൾ ഇത് ചൂടാറിയതിന് ശേഷം വേണം ഒഴിക്കാനായിട്ട്, ചൂടോടെ ഒഴിക്കരുത്. ഇപ്പോൾ ഞാൻ ചൂടാറിയതിന് ശേഷം ഇങ്ങനെ ഒരു ബൗളിലാക്കി വെച്ചു. അപ്പോൾ അത് ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അത് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളെ നട്ട്സ് ഉണ്ടല്ലോ, നന്നായിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഈ നട്ട്സും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എനിക്കിപ്പോൾ ഇത് സൈഡിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിത് ഫില്ലിങ്സ് അധികം ഉള്ളിലായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് സൈഡിൽ വെച്ച് ഡെക്കറേഷൻ ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഇതിങ്ങനെ ഇടയിൽ കടിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, മിക്സിയിലിട്ട് പൊടിക്കേണ്ട, അപ്പോൾ ഫൈൻ പൗഡർ ആവും. ഇനി ഇതാ നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. അതും നമ്മളെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ക്രീം അപ്ലൈ ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ സോസ് ഒഴിക്കാം. അതുപോലെ തന്നെ നമ്മളെ ഇത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളെ നട്ട്സ് ബാക്കിയുള്ളതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് തേർഡ് ലെയറും കൂടെ വെച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ക്രീം അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം പറയാറുണ്ട് ഫസ്റ്റ് കോട്ട് ചെയ്തിട്ട് സെക്കൻഡ് കോട്ട് ചെയ്യാമെന്ന്. ഇപ്പോൾ ഞാൻ സെക്കൻഡ് കോട്ട് ചെയ്യണില്ല കേട്ടോ. കാരണം നമ്മൾ ബാസ്ക്കറ്റ് വേവ്സും അതുപോലെ തന്നെ മേലെയൊക്കെ ഫ്ലവർ ഡെക്കറേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ക്രീമാവും സെക്കൻഡ് ലെയറും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ലെയർ തന്നെയാണ് ഞാൻ ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ മുകളിലാണ് പിന്നെ ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കോട്ട് ക്രീമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേഷനായിട്ട് ഞാനിവിടെ ബാസ്ക്കറ്റ് വേവ്സ് ആണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇതാ ബാസ്ക്കറ്റിന് വേവ്സിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ടിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വൈറ്റിൽ ഗ്രീൻ കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ബാസ്ക്കറ്റ് വരയ്ക്കാനായിട്ട് താഴെ നിന്നും മുകളിലോട്ട് ഇങ്ങനെ ലൈന് വരക്കാം. ഇനി നമ്മൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ഇതുപോലെ ഒന്ന് ക്രോസ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം.
നല്ല ഈസി ആയിട്ട് തന്നെ നമുക്കിത് വറക്കാനായിട്ട് പറ്റും കേട്ടോ. കുറച്ച് ക്ഷമയോട് കൂടി ഇരുന്നിട്ടുണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് നല്ല ഡിസൈൻ നമുക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ മുന്നേ ഒരു ബാസ്ക്കറ്റ് ഫ്ലവർ ഡെക്കറേഷന് മുന്നേ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിപ്പോൾ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ബട്ടർ സ്കോച്ചിന് ഇതുപോലെ ഒന്നും ആയിരിക്കില്ല ഡിസൈന്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ചെയ്യാം. ഇനി ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഫ്ലവർ വരക്കുന്നതൊക്കെ ഞാൻ എല്ലാ വീഡിയോസിലും കാണിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഒരു ഫൈനൽ ലുക്ക്. ബാസ്ക്കറ്റും അതിൽ കുറച്ച് ഫ്ലവർ മുഴുവനായിട്ട് ചെയ്തിട്ടില്ല, പകുതി ചെയ്തിട്ടുള്ളൂ. ബാക്കി നമ്മൾ ഈദ് മുബാറക്ക് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കാണാനായിട്ട്. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോഴാണ് ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. മറ്റൊരു നല്ല റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.